നമസ്കാരം. വർക്കല ശിവഗിരി തീർത്ഥാടനത്തിന് രണ്ടാം ദിവസം ഇപ്പോൾ ശശി തരൂർ MP സംസാരിക്കുന്നു. സാമൂഹ്യം, ക്ലാസ് ഇതൊന്നും നമ്മളെ ബാധിക്കാതെ, ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ ജനങ്ങളെ ഒന്നായി കണ്ടിട്ട് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കുക, അതായിരുന്നു ശ്രീ നാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ ചിന്ത. അദ്ദേഹത്തിന് പല റോളുണ്ടായിരുന്നു നമ്മുടെ ചരിത്രത്തിൽ. ഒരു തത്വചിന്തകൻ, ഒരു സംശയമില്ല. അതുപോലെ തന്നെ ഒരു ആത്മീയ ദാർശികൻ, ഒരു സാമൂഹ്യ പരിഷ്കരണം കൊണ്ടുവരാൻ ഇറങ്ങിയ ഒരു 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 അധ്യാപകൻ എന്ന് കൂടി പറയാം. അതിൻ്റെ ഒപ്പം പാവപ്പെട്ടവർക്ക് വേണ്ടി എല്ലാ വിധത്തിലും ഒരു നേതാവും ഒരു പോരാളിയും കൂടിയായിരുന്നു അദ്ദേഹം. നമ്മളെല്ലാവരെയും പഠിപ്പിച്ചത് പല കാര്യങ്ങളുണ്ടല്ലോ. അതിൽ സർവ ലോക സാഹോദര്യമാണ് ഞാൻ പ്രത്യേകിച്ച് കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ മനസ്സിൽ മനുഷ്യത്വം ഒന്നെ ആയിരുന്നു, ദ വൺനെസ് ഓഫ് ഹ്യൂമാനിറ്റി. അത് നമ്മൾക്ക്, ഞാൻ ഐക്യരാജ്യസഭയിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേരെടുക്കുകയായിരുന്നു. കാരണം ഞാൻ പറയും, ലോകത്തിൽ എൻ്റെ നാട്ട് കേരളത്തിൽ 100 വർഷത്തിനേക്കാൾ കൂടുതൽ മുമ്പ് നമ്മളുടെ കോമൺ ഹ്യൂമാനിറ്റിയെക്കുറിച്ച് പഠിപ്പിച്ച ഒരു മഹാൻ ഗുരുദേവനായിരുന്നു ശ്രീ നാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന് പറയുമ്പോൾ അദ്ദേഹം നമുക്ക് ചൂണ്ടിക്കാണിച്ചത് ഈ ലോകത്തിൻ്റെ എല്ലാവരും, നിങ്ങളുടെ മതം ഏതായാലും, ജാതി ഏതായാലും, നിറം ഏതായാലോ, ഭാഷ ഏതായാലോ, നിങ്ങൾ എല്ലാ വിധത്തിലും ഒരു സംശയവുമില്ല, നിങ്ങൾ ഒരു മാതൃകപരം ആര്യ സമൂഹം വേണമെന്നുണ്ടെങ്കിൽ അതിൽ മനുഷ്യൻ്റെ ആ ഐക്യം കണ്ട് മനസ്സിലാക്കണം. ദാറ്റ് വൺനെസ് ഓഫ് ആർ കോമൺ ഹ്യൂമാനിറ്റി. അതിൽ നമ്മളുടെ കേരളത്തിൻ്റെ അകത്ത് കാണുണ്ടായിരുന്ന ഓരോരു ജാതി മതത്തിൻ്റെ അടിസ്ഥാനമുള്ള ഓരോരു ഭിന്നിക്കൽ അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് അദ്ദേഹം പറയണത്, ഈ സാമൂഹ്യം നമ്മളുടെ ശരീരത്തിൽ കെട്ടുന്ന ചങ്ങലകൾ നമ്മൾ മാറ്റിയിട്ട് എല്ലാ വിധത്തിലും ലോകത്തിൻ്റെ ഒപ്പം ഒരു ഐക്യവും എല്ലാവരെയും ഉൾക്കുന്ന ഒരു കാഴ്ചപ്പാടോടെയാണ് നമുക്ക് ജീവിക്കേണ്ടത്. അങ്ങനെയല്ലേ അദ്ദേഹത്തിൻ്റെ ഓരോരോ പ്രവർത്തനം ഉണ്ടായത്. നിങ്ങളെല്ലാവർക്കും അറിയാം, അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഓരോരോ പ്രവർത്തനവും നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മ വെച്ചിട്ടൊന്ന് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ഈ അവഗണിപ്പെട്ട ആൾക്കാരും പിന്നെ എല്ലാ ദുഃഖവും ഡിസ്ക്രിമിനേഷനും അനുഭവിച്ച വ്യക്തികളുടെ നന്നാക്കൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എല്ലാ മനുഷ്യന്മാരെയും അന്തസ്സോടും ബഹുമാനത്തോടെയും പരിഗണപ്പെടേണ്ടത്, അതാണ് അദ്ദേഹം മാർഗം കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾക്ക് എല്ലാ വിധത്തിലും പരസ്പരം യോജിക്കുന്നുള്ള ഒരു സാമൂഹ്യം വേണം, ഒരു സമാജം എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു സമത്വമുള്ള ഒരു സമാജമാണ് നമ്മൾക്ക് കേരളത്തിലും ഇന്ത്യയിലും വേണ്ടതെന്ന്. അത് വിചാരിച്ചിട്ടല്ലേ അദ്ദേഹത്തിൻ്റെ പല എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്പിരിച്വൽ സെൻറ്റേഴ്സും ഒക്കെ സ്ഥാപിച്ചത്. ഇതിൽ സ്കൂളായ ശരി, ആശ്രമമായ ശരി, ഗുരുകുലമായ ശരി, ഇതെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് മനുഷ്യനെ നന്നാക്കാനാണ്. അപ്പം അദ്ദേഹം എപ്പോഴും മനുഷ്യനെ ദൈവത്തിൻ്റെ അടുപ്പിക്കാൻ മാത്രമല്ല ഇറങ്ങിയത്, അതിൻ്റെ ഒപ്പം മനുഷ്യൻ്റെ സ്ഥിതിയെ മെച്ചപ്പെടുത്താനുമാണ് ശ്രീ നാരായണ ഗുരു ആഗ്രഹിച്ചത്. ആ സന്ദേശം കേരള നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹമായിരുന്നു ശരിക്കും അതിൻ്റെ ഒരു പോരാളി. പക്ഷെ ആ കേരള നവോത്ഥാനം വന്ന ശേഷം ഇതാണ് കേരളത്തിൻ്റെ ഒരു മാതൃക സന്ദേശം ഭാരതത്തിനും ലോകത്തിനും. അത് എല്ലാവരും കേട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു ദുഃഖം. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാനും കുറച്ചൊന്ന് മറ്റേവർ മനസ്സിലാക്കുന്ന ഭാഷയിൽ കുറച്ചൊന്ന് പറഞ്ഞ് എഴുതട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഇന്ന് പ്രത്യേകിച്ച് പറയാൻ ആവശ്യമുള്ളത് തീർത്ഥാടനത്തെക്കുറിച്ചല്ല. കാരണം നമ്മൾക്കറിയാം, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ എല്ലാം അറിയും. ശ്രീനാരായണ ഗുരുവിൻ്റെ പാരമ്പര്യം നമ്മളെല്ലാവർക്കും ആത്മീയതവും അദ്ദേഹത്തിൻ്റെ ഈ എല്ലാ വിധത്തിലുള്ള എന്താ പറയുക ഒരു ബൗദ്ധ പേരുത്തും കൊണ്ടുവന്നിരിക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ വിധത്തിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തെ ദൂരം കൊണ്ടുപോയിട്ടുണ്ട് കേരളത്തിൻ്റെ അകത്ത്. പ്രത്യേകിച്ച് ഈ ശിവഗിരി തീർത്ഥാടനം ഞാൻ ഇന്നെ ഒരു 10-20 പേരെ ഇവിടെ എത്തുമ്പോഴേക്കും പരിചയപ്പെട്ട എല്ലാവരും ഓരോരു 10-20 സ്ഥലത്തുനിന്നായിരുന്നു. ആലപ്പുഴ മുതൽ കണ്ണൂർ വരെ ആൾക്കാർ ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ സദസ്സിലും ഇന്നലത്തെ സദസ്സിലും കേരളക്കാരെ എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ട് നിങ്ങളുടെ ഇടയിലും നമ്മൾ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വലിയ ആശ്രമത്തിൻ്റെ അകത്തും അവരുടെ ഒരു സ്വന്തം
ഒരു എൻലൈറ്റൻമെൻറ്റ് കിട്ടാൻ ഒരു ശ്രമത്തിലാണ് അവരെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഈ തീർത്ഥാടന വഴിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളൊരു സ്വയം ശുദ്ധീകരണമാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ബുദ്ധദേവൻ പഠിപ്പിച്ച ഈ 5 ശുദ്ധി ഉണ്ടല്ലോ, അതിനെ അദ്ദേഹം വായിച്ചിട്ട് അദ്ദേഹത്തിന് വലിയ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധീകരണം, ഭക്ഷണത്തിൻ്റെ ശുദ്ധി, മനസ്സിൻ്റെ ശുദ്ധി, വാക്കിൻ്റെ ശുദ്ധി, പ്രവൃത്തിൻ്റെ ശുദ്ധി. ഇതെല്ലാം ഈ പഞ്ചധർമ്മം നമ്മുടെ ശ്രീനാരായണ ഗുരു നമ്മുടെ അടുത്തിലെത്തിയത് ശരിക്കും നമ്മൾ എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ ദിനത്തിനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് പിന്നെ ചെയ്യാനേ ആവശ്യമുള്ളൂ. ഇത് നമ്മൾ പിന്നെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ വായിക്കാനോ പ്രസംഗത്തിൽ കേൾക്കാൻ ആവശ്യമില്ല. നമുക്ക് ഇതെല്ലാം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഒപ്പം ഓഫ് കോഴ്സ് അദ്ദേഹം പറഞ്ഞു, ഈ തീർത്ഥാടനത്തിന് വേറെ ഉപയോഗമുണ്ടല്ലോ, ജനങ്ങളെ പഠിപ്പിക്കാൻ. നമ്മൾക്ക് പുരോഗതി വേണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ മനസ്സിനെ നന്നാക്കണം, അവർക്ക് അതിനകത്ത് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കണം, ഒരു ബോധ്യപ്പെടുത്തണം ഓരോരോ വിഷയങ്ങളെക്കുറിച്ച്. അങ്ങനെയാണ് നമ്മൾക്ക് ഈ ഓരോരോ സമ്മേളനം ഈ തീർത്ഥാടനത്തെ ചെയ്യുന്നത്. ഓരോരോ വിഷയത്തിനെ ഏറ്റെടുത്തിട്ട്, അത് വിദ്യാഭ്യാസ മേഖല, സ്വച്ഛതയെക്കുറിച്ച്, ഭക്തിയെക്കുറിച്ച്, സംഘടന വിഷയത്തിനെക്കുറിച്ച്, ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഈ കൃഷിയും നമ്മുടെ എല്ലാ വിധത്തിലുള്ള വ്യവസായിയും കച്ചവടത്തിൻ്റെ കാര്യത്തിലും പിന്നെ കരകൗശലത്തിൻ്റെ കാര്യത്തിലും സാങ്കേതിക പരിശീലനത്തിന് വേണ്ടിയിട്ടും ടെക്നിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ കാര്യത്തൊക്കെ നമ്മളുടെ എക്സ്പേർട്സ് വേദിയിൽ ഇരിക്കുന്നുണ്ട്. എല്ലാവരും അവർ അറിയുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഞാൻ ചില വാക്കുകൾ നിങ്ങളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ ഈ അധ്യക്ഷ പ്രസംഗം തീർക്കുള്ളൂ. പ്രത്യേകിച്ചൊന്ന് പറയാനുള്ളത്, ഈ തീർത്ഥാടനത്തിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കുന്നത് തന്നെ ഞാൻ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. കാരണം നമ്മൾക്കറിയണം, ഇത് 1932 ആദ്യത്തെ തീർത്ഥാടനത്തിൽ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 5 പിൽഗ്രിമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ എത്ര കോടിക്കണക്കിന് ആൾക്കാരാണ് വന്നു പോയിരിക്കുന്നത് കൂടി പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കേരളത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ തീർത്ഥാടന വഴിക്ക് പലവരുടെയും മനസ്സിൽ നമ്മളുടെ ചിന്ത ഒന്ന് നമ്മൾ എത്തിക്കാൻ സാധിക്കുന്നതിൻ്റെ ഒരു വലിയൊരു അവസരമായി ഞാൻ ഇത് കാണുന്നു. നമുക്ക് പ്രത്യേകിച്ച് ഈ കേരളത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും ചൂണ്ടിക്കാണിക്കുക. ഇതിൽ ഒരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. എന്നോട് ചോദിച്ചാലോ, റിയാസിനോട് ചോദിച്ചാലോ, മുരളിയോട് ചോദിച്ചാലോ, ഞങ്ങൾ എല്ലാവരും മറുപടി തന്നെ. നമ്മൾ ആവശ്യമുള്ളത് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു വളർച്ചയാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുക. നമ്മൾക്കൊരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി, എല്ലാ സമുദായം, എല്ലാ വ്യക്തികൾ, അതിൽ ക്ലാസും കാസ്റ്റും ഒന്നും ആവശ്യമില്ല, മതവും ജാതിയും ഒന്നിനെക്കുറിച്ച് ചിന്തിക്കരുത്. എല്ലാവരും നന്നായിരിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. ഞാൻ എൻ്റെ ഒരു പുസ്തകം ഇപ്പോൾ 26 വർഷം മുമ്പ് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് ഇന്ത്യ അർദ്ധരാത്രി മുതൽ അരനൂറ്റാണ്ടെന്ന് പറഞ്ഞൊരു പുസ്തകം. അതിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു, കേരളത്തിൻ്റെ എല്ലാ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടല്ലോ. അതിൻ്റെ അർത്ഥം നമുക്ക് ഉദാഹരണം പറയുന്നത്, വിദ്യാഭ്യാസികൾക്ക് നമ്മൾ സാക്ഷരതയുടെ എണ്ണം, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളുടെ എണ്ണം, അല്ലെങ്കിൽ പിന്നെ അസുഖം വന്നാൽ ആസ്പത്രികളുടെ എത്ര എണ്ണമുണ്ട്, ആസ്പത്രിയിൽ എത്ര കോഴ്സുകളിൽ എത്ര ബെഡുണ്ട്, അതുപോലെ തന്നെ അതിൽ ഡോക്ടർമാരുടെ എണ്ണം, നഴ്സുമാരുടെ എണ്ണം, ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരുമാതിരി ഒരേ പിന്നെ സംഖ്യകൾ കാണാൻ സാധിക്കുന്നത് എന്താണ്? അമേരിക്കയാണ്. പക്ഷെ ആ കാലത്ത് ഞാൻ പുസ്തകം എഴുതുമ്പോൾ അമേരിക്കയ്ക്ക് നമ്മളുടെ പെർ ക്യാപിറ്റ ഇൻകമിൻ്റെ 20 ഇരട്ടി ഉണ്ടായിരുന്നു. ഇപ്പം കൂടി ഒരു 15-16 ഇരട്ടി കാണും അമേരിക്കയിൽ. പക്ഷേ നമ്മളുടെ ഈ ഫിഗേഴ്സ് ഒക്കെ നോക്കുമ്പോൾ അങ്ങനെ അമേരിക്ക പോലെ തന്നെയാണ്. അതാണ് കേരളത്തിൻ്റെ വലിയ ശക്തി. നമ്മൾ ഈ നവോത്ഥാനം കഴിഞ്ഞ ശേഷം വളർന്നപ്പോൾ എല്ലാവരെയും ഒന്നുപോലെ കണ്ടിട്ട് എല്ലാവർക്കും വേണ്ടി വികസനം കൊണ്ടുവന്നു. നമ്മളുടെ പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും വികസനം അദ്ദേഹം പറയുന്നുണ്ട്. അത് ഭാരതത്തിൽ യാഥാർത്ഥ്യമാക്കിയെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷെ കേരളത്തിൽ അത് മോർ ഓർ ലെസ് ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. നമ്മൾ എല്ലാ വിധത്തിലും ഒരു തുറന്ന മനസ്സുകൊണ്ട് എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു സംസ്ഥാനമായി മാറുമെന്ന് വിശ്വാസത്തെ നമ്മൾ ബഹുമാനിക്കുന്നു. അവർക്ക് നമ്മളുടെ വിശ്വാസം ബഹുമാനിച്ചാൽ മതി എന്നാണ് നമ്മളും പറയുന്നത്. അതിനൊപ്പം തന്നെ എല്ലാ വിധത്തിലും നമ്മുടെ ഭരണഘടന പറയുന്ന പോലെ നിങ്ങളുടെ ജാതി ഏതായാലും, മതം ഏതായാലും, ഭാഷ ഏതായാലും, നിറം ഏതായാലും, വിശ്വാസങ്ങൾ എന്തായാലും ഒന്നും പ്രശ്നമല്ല.
നിങ്ങൾ എല്ലാവർക്കും നമ്മളുടെ ഭരണഘടന പ്രകാരം ഒരേ അവകാശത്തോടെ ഈ ഭാരതത്തിൽ ജീവിക്കുക. അത് ശരിക്കും നടക്കുന്നത് കേരളത്തിലാണ് പ്രധാനപ്പെട്ടത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചില വെല്ലുവിളികളും ഉണ്ട്. നമ്മളുടെ സാമ്പത്തിക സ്ഥിതി വലിയ കഷ്ടത്തിലാണ്, സ്റ്റേറ്റ് കടത്തിലാണ്. ഇന്നൊരു മലയാളിക്കുട്ടി ജനിക്കുന്നത് 1.5 ലക്ഷത്തിൻ്റെ കടം അദ്ദേഹത്തിൻ്റെ കഴുത്ത് കെട്ടിയിട്ടാണ് ജനിക്കുന്നത്. നമ്മളെല്ലാവർക്കും അതിൻ്റെ സ്ഥിതി, അത്രത്തോളം കടത്തിലാണ് നമ്മളുടെ സംസ്ഥാനം മുങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തൊഴിലില്ലായ്മ കൂടിക്കൂടി വരുന്നു. ഭാരതത്തിൻ്റെ 2ാം സ്ഥാനത്തിലാണ് നമ്മൾ. എല്ലാം വെച്ച് മോശം തൊഴിലില്ലായ്മ. പക്ഷെ ആദ്യത്തെ സ്ഥാനം കശ്മീരാണ്. കശ്മീരിൽ നിങ്ങൾക്കറിയാം, ഒരു മിലിറ്റൻസിയൊക്കെ നടക്കുന്ന സ്ഥിതിയിൽ അവിടെ തൊഴിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്തുകൊണ്ടാണ് വ്യവസായികളും വ്യാപാരികളും കേരളത്തിൽ വന്ന് തൊഴിലുണ്ടാക്കാത്തത്? അതിനെ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാനും ചോദ്യം പറയാനും ആവശ്യമുണ്ട്. അതിനൊപ്പം തന്നെ മൈഗ്രേഷൻ, നമ്മളുടെ ജനങ്ങൾ ഈ സ്ഥലം വിട്ടിട്ട് പോകുന്നു. യുവാക്കൾ പ്രത്യേകിച്ച് പരീക്ഷ പാസ്സായി ഉടനെ അവർ ആദ്യത്തെ ആഗ്രഹം നമ്മുടെ സംസ്ഥാനം വിടാനാണ്. ഒന്നുമല്ലെങ്കിൽ ഭാരതത്തിൽ വേറൊരു സംസ്ഥാനത്ത് പോകാൻ, അല്ലെങ്കിൽ വിദേശത്തിൽ പോകാൻ. അതിൻ്റെ ഒപ്പം ഇന്ത്യയുടെ എല്ലാം വെച്ച് മോശപ്പെട്ട യൂത്ത് അൺഎംപ്ലോയ്മെന്റ്, 25 വയസ്സിൻ്റെ താഴെയുള്ള തൊഴിലില്ലായ്മ കേരളത്തിൻ്റെയാണ്. അപ്പം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ അത്രത്തോളം തൊഴിലില്ല. ഇന്ത്യയിൽ ശരിക്കും നമ്മൾ എണ്ണം നോക്കുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ 50.1% യുവാക്കളാണ് 25 വയസ്സിനേക്കാൾ താഴെ. കേരളത്തിൽ അവരില്ല. കേരളത്തിൽ നമ്മൾക്ക് ആകെ 23% ഉള്ളൂ 25 വയസ്സിന് താഴെ. ചിലവർ ജനിച്ചിട്ടേ ഇല്ല. കാരണം നമ്മുടെ മലയാളികൾക്ക് വേഗം ചെറിയ കുടുംബത്തിൽ മാറി നിന്നു. അതുകൊണ്ട് നമ്മളുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഇപ്പം ഇല്ല നമുക്ക്. പക്ഷെ അത് മാത്രമല്ല, ഉള്ളവരെന്നെ സ്ഥലം വിട്ടിട്ട് പോകുന്നു എന്നുണ്ടല്ലോ. ഞാനൊരു ചെറുപ്പക്കാരൻ, ഈ രാഷ്ട്രീയത്തിൽ വന്ന ശേഷം പല യൂണിവേഴ്സിറ്റി കോൺവൊക്കേഷനിൽ പ്രസംഗിക്കാൻ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടികളോട് ചോദിക്കും വേദിയിൽ, എന്താ നിങ്ങളുടെ ഉദ്ദേശം, എന്താ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ പലവരും പറഞ്ഞു അവർ വിദേശത്ത് പോകാൻ ശ്രമിക്കുകയാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിൽ ഇരുന്നൂടെ? നിങ്ങൾ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ട, കേരളത്തിലെ നിങ്ങളുടെ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചോദിക്കുമ്പോൾ ഒരു പയ്യൻ എന്നോട് നേരിട്ട് എൻ്റെ മുഖം നോക്കി പറഞ്ഞു, സാറേ എനിക്ക് എന്താ ഉള്ളത് കേരളത്തിൽ? കേരളം ഒരു ഓൾഡ് ഏജ് ഹോം അല്ലേ? കിഴവന്മാർക്ക് താമസിക്കാൻ ഒരു സ്ഥലമല്ലേ ഇതാണ് ചോദിച്ചത്. പക്ഷെ അദ്ദേഹം പറയുമ്പോൾ നമ്മൾക്ക് ദുഃഖം തോന്നിയാൽ പോരാ, നമ്മൾ ഇതിനെക്കുറിച്ച് വല്ലതും ചെയ്യണം, ഇതിനെ ശരിയാക്കണം. അതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ചില മാറ്റങ്ങളാണ്. അതിനെക്കുറിച്ച് നമ്മളൊരു നല്ലൊരു കാഴ്ചപ്പാട് കൊണ്ടുവന്നിട്ട് നമ്മളുടെ നാടിനെ നന്നാക്കണം. എനിക്കൊരു വലിയൊരു ദുഃഖത്തിൻ്റെ കാര്യം എന്താണ്, നമ്മളുടെ കേരള അൺഎംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഇല്ലേ, നമ്മൾ തൊഴിലില്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മുടെ പേര് ഒപ്പിടില്ലേ, അതിൽ 3.5 ലക്ഷം പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി ക്വാളിഫൈഡ് ജോബ് സീക്കേഴ്സ് ഉണ്ട്. തൊഴിലില്ലാത്തവർ, ക്വാളിഫിക്കേഷൻ ഉള്ളവർ, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും ഡിഗ്രിയും ഈ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ജോലിയില്ല. 71% ഞാൻ കേരള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഒഫീഷ്യൽ ഫിഗേഴ്സ് നോക്കി പറയുകയാണ്, ITI സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സാണ്, ഡിപ്ലോമ ഹോൾഡേഴ്സാണ്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ്. 6000 മെഡിക്കൽ ഗ്രാജുവേറ്റ്സും കൂടിയുണ്ട്. ബാക്കി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിലും അവർക്ക് ഡോക്ടർമാരുടെ ഷോർട്ടേജാണ്, അവർക്ക് ഡോക്ടർമാരില്ല. കേരളത്തിൽ 6000 അലോപ്പത്തിക് ഡോക്ടേഴ്സും 3000 ആയുഷ് ഡോക്ടേഴ്സും ആയുർവേദ ഹോമിയോപ്പതിയൊക്കെ ചെയ്യുന്നവർ. അപ്പോൾ എല്ലാം കൂടി ഒരു 9000 ഡോക്ടേഴ്സിന് തൊഴിലില്ല. ഞാൻ ഇന്നാൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ചടങ്ങിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ മലയാളി ഡോക്ടേഴ്സിന് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, അവർക്ക് തൊഴിലില്ലാതെ ഇരിക്കുകയാണ് ഈ സംസ്ഥാനത്തിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണം. അത് പ്രത്യേകിച്ച് കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ വലിയ ആവശ്യമാണ്. നമ്മളുടെ മുഖ്യമന്ത്രിയും അതിന് മുമ്പിലത്തെ മുഖ്യമന്ത്രിയും ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് സെമിനാർ നടത്തിയിട്ടുണ്ട്. ആൾക്കാർ വന്നിട്ട് പല വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒരു പൈസ എത്തിയിട്ടില്ല നമ്മുടെ സംസ്ഥാനത്ത്. അത് വലിയൊരു പ്രശ്നമാണ്. എനിക്കിപ്പോൾ കൂടി ഓർമ്മയുണ്ട്, റഷ്യ ആക്രമണം ചെയ്തിട്ട് യുക്രൈനിൽ യുദ്ധം നടന്നപ്പോൾ നമുക്ക് നമ്മുടെ വിദേശത്തിൽ ഇരിക്കുന്ന മലയാളികളെ വേഗം തിരിച്ചു കൊണ്ടുവരുന്ന ശ്രമത്തിൽ ഞാൻ ആ സമയത്ത് വിദേശകാര്യ മന്ത്രിയോടൊപ്പം ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കുട്ടികളെങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ യുക്രൈനിൽ ഒരു 18-19 ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. പക്ഷെ വിചാരിക്കൂ, കേരളം അതിൽ 2000 മലയാളി വിദ്യാർത്ഥികളെ നമുക്ക് കേരളത്തിൽ തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു. അതിൻ്റെ അർത്ഥം നമ്മളുടെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ ഒരു ചെറിയ ഭാഗമാണ്. നമ്മൾക്ക് ആകെ 4 കോടി ജനങ്ങളേ ഉള്ളൂ ഈ സംസ്ഥാനത്തിൽ. ഇന്ത്യയുടെ 140 കോടിയാണ്.
അപ്പോൾ നമ്മൾ 5% 3% ഉള്ളൂ. പക്ഷേ ഈ വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കുന്നതിൽ 10% നമ്മളുടെയാണ്, 10-11%. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ പോപ്പുലേഷൻ നമ്പേഴ്സിനെക്കാളും ഇരട്ടിയാണ് ആൾക്കാർ വിദേശത്തേക്ക് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾക്ക് പറയാനുള്ളത് ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ ഇന്ന് ചർച്ച കേൾക്കുമ്പോൾ എല്ലാവരും അവരുടെ സ്വന്തം മേഖലയിലത്തെ അറിവിനെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ ഇതും കൂടി മനസ്സിൽ വെക്കണം. നമ്മൾക്ക് പല കാര്യങ്ങൾ നല്ലാക്കാനുണ്ട്. ഞാൻ നമ്മളുടെ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. സർക്കാർ കുറച്ചും കൂടി കാശ് കൊടുക്കുക ചില ഗവൺമെൻറ് സ്കൂളിനെ നന്നാക്കാൻ. ഇപ്പോൾ പല ഗവൺമെൻറ് സ്കൂളിൽ ഇപ്പോൾ കൂടി മഴ പെയ്താൽ വെള്ളം ഒലിക്കുന്നു, അതൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതിന് വേണ്ടിയുള്ള കാശ് വേറെ. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളല്ല പ്രശ്നം. പക്ഷേ നമ്മളുടെ കോളേജുകളും യൂണിവേഴ്സിറ്റിയിലും പ്രശ്നം വന്നിട്ടുണ്ടെന്നൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ കാണുന്നത് നമ്മളുടെ കോളേജിൽ ഗ്രാജുവേറ്റ് ചെയ്യുന്ന കുട്ടികൾക്കും കൂടി വലിയ അവസരങ്ങൾ കാണുന്നില്ല. ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ഥാപനമുണ്ട്, ഓൾ ഇന്ത്യ പ്രൊഫഷണൽസ് കോൺഗ്രസ്. അവരൊരു സർവേ നടത്തി കേരളത്തിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തിട്ട് പാസ്സായ കുട്ടികൾ എന്താ ഇപ്പോൾ ചെയ്യണമെന്ന് കണ്ടുപിടിക്കാൻ. 66% എഞ്ചിനീയേഴ്സിന് ഇപ്പോൾ അവർ ചെയ്യുന്ന തൊഴിലിന് നിലവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രീൻ്റെ ആവശ്യമില്ല. അതിൻ്റെ അർത്ഥം അവർ പഠിച്ചത് വേസ്റ്റായി ബാക്കിയായെന്ന് മാത്രമല്ല, അവർ പഠിച്ചതിൻ്റെ കുറവിൻ്റെ കാരണമായിരിക്കും അവർക്ക് ഇങ്ങനൊരു തൊഴിൽ കിട്ടാതിരുന്നത്. അപ്പം ഇതിനെയൊക്കെ നമ്മൾ ശരിയാക്കണം. ഞാൻ ഇതൊരു രാഷ്ട്രീയവേദിയിലെ രാഷ്ട്രീയമല്ല പറയാൻ പോകുന്നതൊരു കാര്യം മാത്രം പറയാൻ പോകുന്നത്. ഞാൻ 2.5 വർഷം മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഈ പ്രകടന പത്രികയുടെ ചുമതല UDF എനിക്ക് തന്നപ്പോൾ ഞാൻ പലവിടെയും പോയി ജനങ്ങളെ കണ്ട് നേരിട്ട് അവരുടെ അഭിപ്രായം എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രകടന പത്രികയിൽ ആവശ്യപ്പെട്ടത് ഒരു ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് കമ്മീഷൻ നമ്മൾ കേരളത്തിൽ കൊണ്ടുവരണം. അതിൽ എൻ്റെ അഭിപ്രായത്തിൽ അധ്യാപകരും യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേറ്റേഴ്സും മാത്രമല്ല, വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തണം, എംപ്ലോയേഴ്സിനെയും ഉൾപ്പെടുത്തണം. അവർക്ക് ഒരു ദിവസം തൊഴിൽ കൊടുക്കാൻ പോകുന്നു, അവർക്കാണ് പറയേണ്ടത് എന്താണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. നമ്മുടെ റിയാസിന്റെ സർക്കാരിന്റെ പ്രകടന പത്രികയിലായിരുന്നില്ലേ പക്ഷെ അവർ ഈ ഐഡിയ എടുത്തിട്ട് ഒരു ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. അവർ അധ്യാപകരും എഡ്യൂക്കേഷനിസ്റ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ വേറെ വിദ്യാർത്ഥികളോ എംപ്ലോയേഴ്സോ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ അവർ ചോദിച്ചില്ല. ആ റിപ്പോർട്ട് ഇറക്കിയിട്ട് ഇപ്പോൾ 2 വർഷമായി. എന്താ ആ റിപ്പോർട്ടിനെ കുറിച്ച് സംഭവിച്ചിരിക്കുന്നത്, എന്തുള്ള മാറ്റങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് കാണാൻ സാധിക്കുക, അതിനെക്കുറിച്ച് എനിക്കൊരു പിടുത്തവുമില്ല. ഞാൻ ആരോട് അന്വേഷിച്ചാലും എല്ലാവരും പറയുന്നു നമ്മൾക്ക് അറിയില്ല എന്താ സർക്കാർ ഈ കമ്മീഷൻ റിപ്പോർട്ടോട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ ആവശ്യമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ശ്രീനാരായണ ഗുരു നമ്മളോട് പറഞ്ഞു പഠിപ്പും വിദ്യാഭ്യാസം വേണം, സ്കിൽ ഡെവലപ്മെന്റ് വേണം. ഈ സ്കിൽ ഡെവലപ്മെന്റ് ഇപ്പോൾ ഒരു മുദ്രാവാക്യമായി മാറി വന്നിട്ടുണ്ട്. എല്ലാവരും എങ്ങനെ അവർ കൈകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കാവുന്ന ഒരു മുദ്രാവാക്യമായി മാറി വന്നിട്ടുണ്ട്. പക്ഷേ അത് ചെയ്താൽ പോരാ ജോലിയില്ലെങ്കിൽ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾക്ക് ഒരു സംശയവുമില്ലാതെ ഇവിടുന്ന് ഈ വേദിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, നമുക്ക് 21ാമത്തെ നൂറ്റാണ്ടത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരണം. ഒരു കാര്യമുണ്ട്, ടെക്നോളജി. നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഇന്നലത്തെ സമ്മേളനത്തിൽ നിങ്ങൾ AI കുറിച്ച് സംസാരിച്ചു. പക്ഷേ AI മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രമല്ല അറിയേണ്ടത്, റോബോട്ടിക്സ് ഉണ്ട്, മെഷീൻ ലേണിംഗ് ഉണ്ട്, ബ്ലോക്ക് ചെയിനിനെ കുറിച്ച് അറിവുണ്ടാവണം, റിന്യൂവബിൾ എനർജി ടെക്നോളജി ആവശ്യമാണ്. ഇതെല്ലാം കേരളത്തിൽ പഠിപ്പിച്ചാൽ പറ്റൂ. നമ്മളുടെ എല്ലാ വിധത്തിലും ആര് സർക്കാരിലുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യത്തിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ ഇപ്പോഴേ പറയുന്നു. ഒരു കാലത്തിൽ കേരളമായിരുന്നു IT മേഖലയിൽ മുൻകൈ എടുത്തത്. ഇന്ത്യയുടെ ആദ്യത്തെ ടെക്നോ പാർക്ക് നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ ആയിരുന്നു 1991 സ്ഥാപിച്ചത്. പക്ഷേ ഇപ്പോൾ നമ്മൾ IT മേഖല നോക്കുകയാണ്, എത്രയോ പുറകെയാണ്. കേരളത്തിന് മുന്നോട്ടാണ് ബാംഗ്ലൂരും ഹൈദരാബാദും സൈബറാബാദും ബോംബെയും ഗുർഗാവും പൂനെയും വിജയവാഡ അടക്കം കേരളത്തിന് മുന്നോട്ട് പോയി കഴിഞ്ഞു. എന്ത് പറ്റിയേ, എന്തായാലും നമ്മുടെ വീഴ്ച. അതിൽ നമുക്ക് ചില കാര്യങ്ങൾ, ഇത് രാഷ്ട്രീയം പറയാതെ ഞാൻ നേരിട്ട് പറയുന്നു, ചില കാര്യങ്ങൾ, ചില സ്വഭാവങ്ങൾ നമുക്ക് മാറ്റേണ്ടി വരും. ശ്രീനാരായണ ഗുരുവിൻ്റെ അഭിപ്രായം എന്തായിരുന്നു ഹർത്താലിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായം സ്പഷ്ടമായിട്ട് പറയാം. അത് ഏത് പാർട്ടി വിളിച്ചാലും ഹർത്താൽ സാമൂഹ്യ വിരുദ്ധമാണ്. അതിനെ ഒരിക്കലും നമ്മൾ സമ്മതിക്കരുതെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ഞാൻ എപ്പോഴും ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കാര്യം എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ്? അദ്ദേഹം എപ്പോഴും പറയില്ലേ, മതമേതായാലും മനുഷ്യൻ നന്നാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ എല്ലാ പ്രചരണത്തിലും
രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി. അതാണ് എൻ്റെ മുദ്രാവാക്യം. അപ്പോൾ ഞാൻ ആ കാലത്ത് തെരഞ്ഞെടുപ്പ്, എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ജയിച്ചു പോയി മന്ത്രിയായ ശേഷം ഞാൻ നേരിട്ട് എയർപോർട്ടിൽ പോയി കാണുന്നത് നമ്മളുടെ അടുത്ത LDFന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ അച്യുതാനന്ദൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു, നമ്മൾക്ക് തെരഞ്ഞെടുപ്പിൽ വേറെ വേറെ സൈഡിലായിരുന്നു, പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരിക്കൽ പ്രവർത്തിക്കണ്ടേ, ഒരിക്കൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഒരുമിച്ച് നിങ്ങളൊപ്പം നിൽക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് അത്ര MP മാരില്ല ഇപ്പോൾ ഡൽഹിയിൽ. എന്നെയും കേരളത്തിൻ്റെ ഒരു ശബ്ദമായിട്ട് എടുത്തോളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കേരളത്തിന് വേണ്ടിയിട്ടും സംസാരിക്കാൻ തയ്യാറാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യണം. ആ സ്പിരിറ്റിലാണ് ഇതും പറയുന്നത്. ആ ഒരേ സമയത്ത് ഞാൻ അപ്പോഴും പ്രഖ്യാപിച്ചു, ഞാൻ രാഷ്ട്രീയത്തിൽ അഥവാ ജയിച്ചു വന്നാൽ ആര് ഹർത്താൽ വിളിച്ചാലും, എൻ്റെ സ്വന്തം പാർട്ടി വിളിച്ചാലും ഞാൻ അതിന് പിന്തുണ കൊടുക്കില്ല എന്ന് പറഞ്ഞു. ആ വാക്ക് ഞാൻ ഈ 15 വർഷക്കാലം പാലിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഹർത്താലിന് പിന്തുണ കൊടുത്തിട്ടില്ല. ബിക്കോസ് നമ്മൾക്കൊരു ജനാധിപത്യത്തിനകത്ത് പ്രതിഷേധം ചെയ്യാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. ആർക്കും ചെയ്യാം, അതിനെക്കുറിച്ച് പരാതി പറയാൻ പാടില്ല. പക്ഷേ മറ്റേ മനുഷ്യന്മാരെ ഉപദ്രവിക്കാനുള്ള അവകാശം അത് ജനാധിപത്യ അവകാശമല്ല. ഒരു പാവപ്പെട്ട മനുഷ്യൻ കടയിൽ പോയി വന്ന് വാങ്ങാൻ പോകുമ്പോൾ അദ്ദേഹത്തെ തടുക്കലോ, ബസ്സിൽ കയറി പോകുന്ന കുട്ടികളും വ്യക്തികളുടെയും ബസ്സിന്റെ കാറ്റിനയക്കണതോ, അല്ലെങ്കിൽ ഒരു കടക്കാരൻ അവന്റെ എല്ലാ ദിവസത്തിലത്തെ ജീവിതമാർഗം അറിയാൻ വേണ്ടി കട തുറക്കുമ്പോൾ ആ കടത്തിനെ ഫോഴ്സിബിളി അടയ്ക്കലോ, അല്ലെങ്കിൽ പോകുന്ന വാഹനത്തിൽ കല്ലെറിയല്ലോ, ഇതെല്ലാം ജനാധിപത്യമല്ല. ഇത് വെറും സാമൂഹ്യ വിരുദ്ധമാണ്. ഇതിനെ നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കേരളത്തിൽ കാണുന്നത് ഹർത്താൽ നിരോധനമാണെന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും, നമ്മൾ വിദ്യാർത്ഥികളെ സഹായിക്കാൻ, വ്യവസായികളെയും വ്യാപാരികളെയും സഹായിക്കാനും കൂടി ആവശ്യമുണ്ട്. കാരണം അവരാണ് തൊഴിൽ കൊടുക്കാൻ പോകുന്നത്. എല്ലാ തൊഴിലും സർക്കാർ വഴിക്ക് കൊടുക്കാൻ സാധിക്കില്ല. നമ്മൾക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ ഓണം കൂടി ശമ്പളവും ബോണസും കൊടുക്കാൻ കൂടി സർക്കാർ കടമെടുത്തിട്ടാണ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നമ്മൾക്ക് തൊഴിൽ കൂടുതൽ വേണം ഈ സംസ്ഥാനം ഉണ്ടെങ്കിൽ നമ്മൾ ബിസിനസ്സുകാരെ സ്വീകരിക്കണം. അത് ചില കേരളക്കാർക്ക് ഇഷ്ടമല്ലെങ്കിലും അത് നിർബന്ധമാണ്. ഞാൻ ഇപ്പോഴേ പറയുന്നു, ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഉണ്ട്, നീതി ആയോഗിന്റെ ഇറക്കിയതാണ്. അതിൽ കേരളം വീണ് വരികയാണ്. അവസാനത്തെ സ്ഥാനത്ത് നമ്മൾ എത്തി. ഇപ്പോൾ സിംഗപ്പൂരിലോ അമേരിക്കയിലോ ഒരു ബിസിനസ് തുറക്കാൻ ആകെ 3 ദിവസമേ ആവശ്യമുള്ളൂ പെർമിറ്റ് കിട്ടാൻ. ഭാരതത്തിന്റെ ആവറേജ് 114 ദിവസമാണ് ഒരേ ക്ലിയറൻസ് കിട്ടാൻ. കേരളത്തിന്റെ 236 ദിവസമാണ്. അത് എന്തുകൊണ്ടാണ് അതിന്റെ ആവശ്യം? നമ്മൾ എന്താണ് ഈ തടസ്സപ്പെടുന്ന റൂൾസും റെഗുലേഷൻസും എഴുതി വെച്ചിട്ട് നമ്മൾ സ്വന്തം കൈയും കാലും കെട്ടുന്നത്? ഈ ചങ്ങലകൾ നമ്മൾ മുറിച്ചു കളയണ്ടേ? അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സീരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കൊണ്ടുവന്നിട്ട് 90% ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മൾ വെട്ടിക്കളയണം. അതുമാത്രമല്ല, ഒരു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവരുന്നത്. കാരണം എന്താണ്? ദുഃഖത്തിന്റെ ഒരു കാര്യമാണ്, ഭാരതം മുഴുവൻ എല്ലാ സംസ്ഥാനങ്ങളിലും കർഷകരുടെ ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ കേൾക്കാം. പക്ഷെ കേരളത്തിൽ മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന്റെ ആത്മഹത്യ കണ്ടിരിക്കുന്നത്. 3 ഇൻവെസ്റ്റേഴ്സ് അവരിൽ ജീവിത സേവിങ്സിനെ കേരളത്തിൽ കൊണ്ടുവന്ന് ആ കാശിനൊക്കെ മുങ്ങി ഒരു കെട്ടിടമോ ഒരു സ്ഥാപനം ഒരു ഫാക്ടറി കെട്ടിയ ശേഷം അവർക്ക് വന്ന തടസ്സങ്ങൾ, ഒന്ന് രാഷ്ട്രീയക്കാരൻ്റെ കാരണമായി അല്ലെങ്കിൽ ബ്യൂറോക്രസി നമ്മളുടെ ഉദ്യോഗസ്ഥന്മാരുടെ കാരണമായി വന്ന തടസ്സങ്ങൾ കണ്ടിട്ട് അവർ ആത്മഹത്യ ചെയ്തു. 3 ജനങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടത് മാത്രമല്ല, കേരളത്തിന്റെ ഉണ്ടാക്കാൻ സാധിക്കുന്ന തൊഴിലില്ലായ്മയായി പോയി. ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കായിരുന്നു അവർ ബിസിനസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നിട്ട് നിങ്ങൾ ഈ സംസ്ഥാനത്തിൽ കാശ് ഇറക്കിയാൽ ആ കാശ് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി സംരക്ഷിക്കാൻ സാധിക്കും. ഇതെല്ലാം നഷ്ടപ്പെടില്ല എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കണം. ഇത് വലിയൊരു അത്യാവശ്യമാണ്. ഇതെല്ലാം ചെയ്താൽ മാത്രമേ നമ്മൾക്ക് കേരളത്തിൽ ഇനിയും ബിസിനസ് കൊണ്ടുവരാൻ സാധിക്കൂ. ഞാൻ ദീർഘമായി പ്രസംഗിക്കാൻ ആഗ്രഹിച്ചില്ല. എനിക്കും മന്ത്രിക്കും രണ്ടാൾക്കും തിരുവനന്തപുരത്ത് തിരിച്ചു പോകാൻ ആവശ്യമുണ്ട്. ഒരു അവസാനത്തെ കാര്യം കൂടി പറയാനുള്ളത്, നമുക്ക് ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. നമ്മുടെ വിദ്യാർത്ഥികളെ ഈ റിയൽ വേൾഡിൽ പ്രവർത്തിക്കാൻ, റിയൽ വേൾഡ് എന്ന് പറഞ്ഞാൽ ശരിയായ ലോകത്ത് മാത്രമല്ല, പ്രവർത്തന ലോകത്തിൽ പ്രവർത്തിക്കാനൊരു അവസരം നമ്മൾക്ക് കൊടുക്കണം. അതെന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ചില പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ യൂണിവേഴ്സിറ്റീസ് കൊണ്ടുവന്ന് മാത്രമല്ല, വിദ്യാർത്ഥികളും ബിസിനസ് വേൾഡിലും കൂടി ഒരു ബന്ധം സ്ഥാപിക്കണം. അമേരിക്ക പോലെ രാജ്യങ്ങൾ അത് കോമണാണ്. ഒരു അമേരിക്കൻ കമ്പനിക്ക് ഒരു ഐഡിയ വന്നാൽ അവർക്ക് അത് ചെയ്യാൻ, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് ആ ഐഡിയ നടക്കില്ല എന്ന് അറിയാൻ വേണ്ടി അവർ സുഖമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി പോയി ചോദിക്കും,
നിങ്ങൾക്ക് വല്ല ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഉണ്ടോ ഈ വിഷയത്തിൽ റിസർച്ച് ചെയ്യാൻ തയ്യാറാണോ? ഇത് അവരുടെ റിസർച്ച് കണ്ടിട്ട് ഇത് നടക്കുമെന്ന് ഞങ്ങൾ സ്ഥാപിച്ചാൽ ഞങ്ങളിതിനെ ഉണ്ടാക്കി ഇറക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വലിയൊരു തുക നിങ്ങൾക്ക് തരും, ഒരു വലിയൊരു ശതമാനം യൂണിവേഴ്സിറ്റിക്ക് റോയൽറ്റി ആയിട്ട്. മീൻവാലി കുട്ടികൾ നിങ്ങളുടെ ഒപ്പം ഇരിക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള സ്റ്റൈപ്പൻഡും ഫെലോഷിപ്പും ഞങ്ങളതിന് തരാം. അതൊരു കോമൺ പ്രാക്ടീസാണ്. അങ്ങനെയാണ് സിലിക്കൺ വാലി കെട്ടിയത്, അങ്ങനെയാണ് പിന്നെ നോർത്ത് കാരോലൈനയിലത്തെ ഡ്യൂക്ക് റാലി ട്രയാങ്കിൾ കെട്ടിയത്. ഇതൊക്കെ ഉണ്ട് അമേരിക്കയിൽ. ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇത് ഉണ്ടാവാതെ? ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ നാരായണമൂർത്തിയുടെ കയ്യിൽ നിന്ന് ഒരു റിപ്പോർട്ട് മേടിച്ചു, അക്കാഡമിയ ഇൻഡസ്ട്രി ഇന്റർഫേസ്. അദ്ദേഹം തന്നെ റെക്കമെൻഡ് ചെയ്തത്. ഞങ്ങൾ പോയ ശേഷം അത് മുന്നോട്ട് പോയില്ല എന്ന് വലിയൊരു ദുഃഖത്തിൻ്റെ കാര്യമാണ്. അത് നമ്മൾ കേരളത്തിൽ കൊണ്ടുവരണം. ബാക്കി വരാൻ പോകുന്ന ഓരോരോ വിഷയത്തിൽ, കൃഷി വിഷയത്തിൽ നിങ്ങൾക്ക് നല്ല എക്സ്പേർട്സിന് സംസാരിക്കാൻ രണ്ടുപേരും സംസാരിക്കും. എനിക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ മേഖലയിൽ നമ്മളുടെ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയും, അത് ചെറിയ ശതമാനമാണ്. മറ്റേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അത്ര കേരളത്തിലില്ല. നമ്മൾ നല്ലോണം പുരോഗതി ചെയ്യാൻ ആവശ്യമുണ്ട്. പല വിധത്തിലും നമ്മുടെ കർഷക മേഖല മഹാമോശം സ്ഥിതിയിലാണ്. ഇതിന് നമ്മൾക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ ഒരു ഉദാഹരണം, ഞാൻ ഇന്നാൾ ഒരു കർഷക സിമ്പോസിയം ഞാൻ പ്രസംഗിച്ചു 3 ദിവസം മുമ്പ്. അതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്തൊരു കാര്യം എന്താണ്, ഈ ഹൈ ടെക്നോളജി അഗ്രികൾച്ചർ. അതിലത്തെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഹോളണ്ട് എന്ന് പറഞ്ഞ നെതർലൻഡ്സ് പറഞ്ഞ രാജ്യമുണ്ടല്ലോ, ഡച്ചുകാർ താമസിക്കുന്ന രാജ്യം. അവരുടെ രാജ്യം നോക്കുമ്പോൾ നമ്മളുടെ കേരളത്തിൻ്റെ വലുപ്പേ ഉള്ളൂ, അത്രയാണ് അവരുടെ സൈസും നമ്മുടെ സൈസും. പക്ഷെ അവർക്ക് നമ്മളെയും കാട്ട് 100 ഇരട്ടിയാണ് അവരുടെ അഗ്രികൾച്ചറൽ എക്സ്പോർട്സ്, 100 ഇരട്ടി. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണ്, ഹൈ ടെക്നോളജി ഉപയോഗിക്കുന്നു. അവർക്ക് ഭൂമിയില്ല, അതുകൊണ്ട് അവർ വെർട്ടിക്കൽ ഫാമിംഗ് ചെയ്യുന്നു. കെട്ടിടം കെട്ടിയിട്ട് ഭയങ്കര ഉയരത്തിൽ അവർ കൾട്ടിവേഷൻ ചെയ്യുന്നു. അത് ഒരു ലോകം മുഴുവൻ കണ്ടൊരു അതിശയമാണ്. സ്പെയിൻ രാജ്യം തക്കാളിക്ക് വേണ്ടി പ്രസിദ്ധപ്പെട്ട എല്ലാവരും അറിയപ്പെടുന്ന രാജ്യമാണ് സ്പെയിൻ. സ്പെയിൻ ഒരു സ്ക്വയർ മീറ്ററിൽ 4 കിലോ തക്കാളി ഇറക്കാൻ സാധിക്കും. പക്ഷേ ഹോളണ്ടിൽ ആ ഒരേ സ്ക്വയർ മീറ്ററിൽ 80 കിലോ തക്കാളിയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ, ഞാൻ ഇപ്പോൾ മന്ത്രിയുടെ മുമ്പ് തന്നെ പറയുന്നു, നമ്മളുടെ ഉദ്യോഗസ്ഥന്മാരും ടെക്നിക്കൽ എക്സ്പെർട്സൊക്കെ വിദേശത്തിൽ അവിടെയും ഇവിടെയൊക്കെ അയക്കണ്ടല്ലോ. അടുത്ത അവസരത്തിൽ ഹോളണ്ടിൽ അയച്ചിട്ട് കർഷക മേഖലയെക്കുറിച്ച് പഠിക്കാൻ പറയും. തിരിച്ചു വന്നിട്ട് നമ്മളെ കർഷകരെ എങ്ങനെ സഹായിക്കാമെന്ന് ചൂണ്ടിക്കാണിക്കണം. ഇത് ഇപ്പോൾ അമേരിക്ക കഴിഞ്ഞിട്ട് ലോകത്തിൻ്റെ സെക്കൻഡ് വലിയ പ്രൊഡ്യൂസറും എക്സ്പോർട്ടറുമാണ് അഗ്രികൾച്ചറിൻ്റെ ഈ ചെറിയ രാജ്യം, കേരളത്തിൻ്റെ സൈസിൻ്റെ ഒരു രാജ്യം. നമുക്ക് പല അവസരങ്ങൾ വരുന്നത്, വിഴിഞ്ഞം തുറമുഖമുണ്ട്. വിഴിഞ്ഞം തുറമുഖ വഴിക്ക് ഇനിയും നമുക്ക് ഭയങ്കര അന്താരാഷ്ട്രീയ മേഖലയിൽ കോമേഴ്സ് ചെയ്യാൻ സാധിക്കും, എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. കേരളത്തിൽ ഇതൊക്കെ വളർത്തിയാൽ മലയാളികൾക്ക് കഴിക്കാൻ മാത്രമല്ല, അതിനെ ഇവിടെ നമ്മൾ പ്രോസസ്സ് ചെയ്യുക, വിദേശത്തിലേക്ക് അയക്കുക, നമ്മുടെ ഓരോരോ രാജ്യത്തേക്ക് വിഴിഞ്ഞത്തെ വഴിക്ക് കപ്പൽ നേരിട്ട് ഗൾഫിലേക്ക് അയക്കുക, എന്തൊക്കെ ചെയ്യാൻ സാധിക്കാം. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതേപോലെ തന്നെ മത്സ്യമേഖലയിലും ഓരോരോ കാര്യത്തിൽ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മാനുഫാക്ചറിങ്ങിനെ കുറിച്ച് ഇവിടെ എക്സ്പെർട്ട് ഉള്ളപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. ടൂറിസം മേഖലയിൽ റിയാസ് തന്നെയാണ് എക്സ്പെർട്ട്, അദ്ദേഹം തന്നെ പറയട്ടെ. പക്ഷേ ടൂറിസമിൽ നമ്മൾ പല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയും പ്രോഗ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്കൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ ഞാൻ താമസിക്കുന്നു. പിന്നെ അവസാനത്തിൽ കൈത്തൊഴിൽ, ഇതൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മളുടെ കൈത്തൊഴിൽ, കേരളത്തിൻ്റെ ശമ്പളം ഒരു ഡീസൻറ്റ് ശമ്പളമായ കാരണം നമ്മളുടെ കൈത്തൊഴിൽ ഒരിക്കലും ചൈനയിലും മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്ട്സിനൊപ്പം മത്സരിക്കാൻ സാധിക്കില്ല. ഇതെന്ത് കാരണം, നമ്മുടെ സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെയും സഹായം ആവശ്യമുണ്ട്. നമ്മളുടെ ഇവിടുന്ന് വലിയ ദൂരമില്ലാത്ത ബാലരാമപുരത്തിൽ നമ്മുടെ ടെക്സ്റ്റൈൽ വീവേഴ്സിന് വേണ്ടി ഒരു പാക്കേജ് കൊണ്ടുവരാൻ പറഞ്ഞ് ഞാൻ ഡൽഹിയിൽ 2-3 പ്രാവശ്യം അഭ്യർത്ഥിച്ചതാണ്. അവരിതുവരെ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അവർ കൈത്തറതൊക്കെ ചെയ്യുമ്പോൾ അതിലെന്തിനാണ് GST കൊടുക്കാൻ ആവശ്യം? ഈ GST കൊടുത്തിട്ട് സർക്കാരിന് കയ്യിൽ കാശ് കൊടുക്കുന്ന പകരം ഇവർക്ക് കുറച്ചും കൂടി ചുരുങ്ങിയ വിലയിൽ വിൽക്കാനും അതോടെ ആ മാർഗത്തോടെ ഇവർ ജീവിക്കാനും ഒരു സഹായം വേണ്ടേ? ഇത് നമ്മൾ, എൻ്റെ അഭിപ്രായത്തിൽ കേരളം ഈ വിഷയത്തെ ഏറ്റെടുത്തിട്ട് കേന്ദ്രത്തിൻ്റെ ഒപ്പം ഈ വിഷയത്തിനെക്കുറിച്ച് എന്തായാലും സംസാരിക്കണം. നമ്മൾക്ക് GST ഇല്ലാത്ത കൈത്തറയും കൈത്തൊഴിലും അത്യാവശ്യമാണെന്നാണ് എൻ്റെ ഒരു സജഷൻ. ഇതെല്ലാം മാത്രം പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കൂടുതൽ സംസാരിച്ചു. പക്ഷേ ഒരു അധ്യക്ഷൻ്റെ ഒരു ചുമതലയായിരുന്നു എല്ലാ വിഷയത്തെക്കുറിച്ചൊന്ന് ടച്ച് ചെയ്യാൻ. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റും ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് തന്നിട്ട് ഇതെല്ലാത്തിനും ചൂണ്ടിക്കാണിച്ചു. ഞാൻ ഇനി നിങ്ങളെല്ലാവരും മുമ്പിൽ ഒരിക്കലും കൂടി എന്നെ ഇവിടെ ക്ഷണിച്ച് ഈ മഹാദേവൻ ഗുരുവിൻ്റെ ഈ 91ാമത്തെ തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ച് നന്ദി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.
നമ്മളുടെ ഉദ്ഘാടകൻ തയ്യാറാണ് സംസാരിക്കാൻ. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഉദ്ഘാടന പ്രസംഗം